ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 1-ാം തീയതി ന്യൂ ഇയർ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ അഖിലും ഇല്ലായിരുന്നു, ശ്യാംചേട്ടനും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഞാൻ രുക്കുവിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. രണ്ടുപേർക്കും ചോറ് കൊടുപ്പ് പ്രമാണിച്ച് ഞങ്ങൾ അമ്മുമ്മ വാങ്ങിച്ചു തന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ഓൺലൈനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് നോക്കിയപ്പോൾ അവന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അത് പിന്നെ എന്താ, ഞങ്ങളുടെ 2 കുട്ടികളെയും വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി. രുക്കു നന്നായിട്ട് എഴഞ്ഞ് തുടങ്ങാത്തുണ്ട്. അവളെ ഇങ്ങനെ നമുക്ക് ഇരുത്തി കഴിഞ്ഞാൽ അവൾ സ്റ്റേബിളായിട്ട് അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നമില്ല. പക്ഷെ ആദ്യം ഇറങ്ങി ഓടാൻ വേണ്ടി നിൽക്കും. അതാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ അങ്ങനെ അച്ഛനാണ് എന്നെ വിളിക്കാൻ വന്നത്. അങ്ങനെ വിളിച്ചിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടി വി ഒക്കെ കണ്ടു അങ്ങനെ കുറച്ചേരം റിലാക്സ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴാണ് ഇത് കഴിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയത്തിയും കൂടി കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ലേറ്റ് ആവും ഞങ്ങൾക്ക് ഒരു പിടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കഴിച്ചിട്ടൊക്കെ പതുക്കെ തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് റെഡിയായി നിൽക്കണം, എപ്പോൾ റെഡിയാവുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുത്തുമ്മ പെണ്ണേ ചുണ്ടി ചുണ്ടി പെണ്ണേ കുത്തുമ്മ പെണ്ണാണേ ചുണ്ടി പെണ്ണാണേ വല്യമ്മ പെണ്ണാണേ പച്ചിമോളാണേ. രുക്കുമ്മയുടെ മമ്മി രാവിലെ തന്നെ അവളുടെ തലയിൽ സൂര്യകാന്തിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രുക്കു മിണ്ടാതിരിക്കുന്നതുകൊണ്ട് തലയൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആദുവിൻ്റെ തലയൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ ഒട്ടും ഇരുന്നില്ല. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ കുക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവൾ പറഞ്ഞു അവൾ ഫ്രൈഡ് റൈസ് നോക്കിക്കോളാം, എൻ്റെ അടുത്ത് ചില്ലി ചിക്കൻ വെച്ചോളാം. അങ്ങനെ ഞാൻ പിന്നെ ചില്ലി ചിക്കനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ച്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണർന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നുള്ള കഴിപ്പൊന്നും നടക്കില്ല. ഇപ്പോൾ ഓൾറെഡി അമ്മയും അമ്മൂമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കഴിക്കായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യം എണീറ്റിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പൊട്ടൊക്കെ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും എൻ്റെ അടുത്ത് പറയും രുക്കുമ്മെ കണ്ട മോനെപ്പോലെയും ആദുവിനെ കണ്ട മോളെപ്പോലെയാണ്. അത് ഇടയ്ക്ക് ഞങ്ങൾക്കും തോന്നാറുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റിട്ട് ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പുറത്തെ മാമി പ്ലം കേക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലം കേക്കും ചായയൊക്കെ ഞങ്ങൾ കുടിച്ച്. ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു 6:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. രാത്രിയായപ്പോൾ ശ്യാംചേട്ടനും അഖിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കട്ടിങ് സമയം അവരൊന്നും എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കുള്ളവരെല്ലാവരും കൂടി ഇരുന്ന് നമുക്കങ്ങ് കേക്ക് കട്ട് ചെയ്യാമെന്ന്.